ായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവിടെ നിന്ന് രാത്രികാലം അവിടുന്ന് സംസാരിക്കണമേ, നീ ഞങ്ങളോട് ഇടപെടണമേ കർത്താവെ. ഹല്ലേലൂയ. ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേൻ, ലോകത്തെ ജയിച്ചിരിക്കുന്നു അരുളി ചെയ്ത കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് രാത്രികാലം കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ കർത്താവ് അവിടുന്ന് സംസാരിക്കണമേ, അവരെ ധൈര്യപ്പെടുത്തണമേ, അതിന് ജയിപ്പാനുള്ള കൃപ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ പറയുകയാണ്, യേശു പറയാണ്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. ഇത് നമുക്കറിയാം. ശിഷ്യന്മാരോട് യേശു തൻ്റെ ഐഹിക കാലഘട്ടത്തിൽ മരണത്തോട് അടുക്കുന്നതായ സമയത്ത്, അല്ലെങ്കിൽ ക്രൂശ് മരണത്തോട് അടുക്കുന്നതായ സമയത്ത് അവരുടെ അറിവിനെന്ന വണ്ണം പറയുന്ന ഒരു കാര്യമാണ്, ഒരു മുന്നറിയിപ്പ് എന്ന പോലെ അവരോട് യേശു സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം മുമ്പുള്ള അധ്യായം നാം പരിശോധിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 14:1 പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തെ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അതുപോലെ തന്നെ 16-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ മുൻപുള്ള വാക്യങ്ങളും അധ്യായങ്ങളിലെ ഓരോ വാക്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ, 14-ാം അധ്യായം മുതൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ശിഷ്യന്മാർക്ക് തൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ഒരു മുന്നറിവിന് വേണ്ടിയിട്ട് ശിഷ്യന്മാർ ഇടറിപ്പോകാതിരിക്കുവാൻ, അവര് കർത്താവിന്റെ മരണത്തിൽ അവർ ഭാരപ്പെട്ടു പോകാതിരിപ്പാൻ, തളർന്നു പോകാതിരിപ്പാൻ, പിന്നീട് തങ്ങൾ അനുഭവിക്കേണ്ടതായ ചില കഷ്ടങ്ങളെ കുറിച്ച് അതിൽ ധൈര്യപ്പെടുവാൻ കർത്താവ് മുന്നറിവെന്നോണം ആശ്വസിപ്പിച്ച് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. യേശു പറയുന്നു, ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് യേശു പറയാണ്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്. രണ്ടാമത് പറയുന്നു, എങ്കിലും ധൈര്യപ്പെടുവീൻ. മൂന്നാമതായി പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഒന്നാമതായി പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ആർക്കാണ് ലോകത്തിൽ കഷ്ടമുള്ളത്? ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിലാണ് കഷ്ടങ്ങളും പ്രതികൂലങ്ങളും യഥാർത്ഥമായി ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, മറ്റുള്ളവർക്കൊന്നും കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലേ? ഈ ലോകത്ത് കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട് എന്നും ചോദിച്ചേക്കാം. അതെ, അനേക വ്യക്തികൾ നമ്മളെക്കാൾ അധികം കഷ്ടം അനുഭവിക്കുന്ന ഈ ലോകത്ത് അനേകം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മറ്റുള്ള ജനങ്ങളും ഉണ്ട്. എന്നാൽ യഥാർത്ഥമായി കർത്താവ് പറയുന്ന ഈ വചനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്ന കഷ്ടം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിലാണ് യഥാർത്ഥമായ ഈ പറയുന്ന കഷ്ടം ഉണ്ടാകുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തില് പലവിധമാവുന്ന കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കടന്നു വരികയാണ്. ഹല്ലേലൂയ. താൻ ഉപദ്രവിക്കപ്പെടുന്നു, മറ്റുള്ളവരാൽ വെറുക്കപ്പെടുന്നു, തള്ളപ്പെടുന്നു, സഹോദരങ്ങളാൽ തള്ളപ്പെടുന്നു, മാതാപിതാക്കളാൽ തള്ളപ്പെടുന്നു, മക്കൾ ഉപേക്ഷിച്ചു പോകുന്നു. പല രീതിയിലുള്ള പ്രയാസങ്ങള് ജീവിതത്തിന്റെ നേരെ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനം 8:36 പറയുകയാണ്, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന്. ഹല്ലേലൂയ. അതേ, പല പ്രയാസങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. യേശുവിന്റെ സ്വർഗാരോഹണ ശേഷം ആദ്യ നൂറ്റാണ്ടില് ഹല്ലേലൂയ ദൈവജനത്തിന്, ശിഷ്യന്മാർക്ക്, ദൈവജനത്തിന് പീഡനങ്ങൾ, പലവിധമാകുന്ന പീഡനങ്ങൾ നേരിട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അനേകം വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവഭക്തന്മാർ, ദൈവദാസിമാർ പീഡനത്തിന് ഇരയായത് നമുക്ക് അറിയാം. അനേകര് തെരുവിലൊക്കെയും തീപ്പന്തമായി നിന്നത് നമുക്കറിയാം. പല ഗർഭിണികളായ സഹോദരിമാർ പീഡനത്തിന് ഇരയായതായിട്ട് നമുക്കറിയാം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവങ്ങള് ഒന്ന് പിന്നിലേക്ക് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ അനേകര് കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ ക്രിസ്തു നിമിത്തം അവർ കടന്നുപോയത് നമുക്കറിയാം.
എന്നാൽ നമ്മുടെയും ഈ കാലഘട്ടത്തില് പല കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അനുഭവിക്കുന്ന അനേക ദൈവദാസന്മാര്, ദൈവദാസിമാര്, അനേക ദൈവജനങ്ങൾ ഉണ്ട്. വടക്കേ ഇന്ത്യയുടെ ദേശത്തും കേരളത്തിലും പലയിടങ്ങളും പല സ്റ്റേറ്റുകളില് പലവിധമായ പ്രയാസങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക ദേവദാസന്മാരുണ്ട്. ജയിലിലൊക്കെ അടയ്ക്കപ്പെട്ട അനേക ദേവദാസന്മാരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേൾക്കുവാനിടയായി. എന്നാൽ അനേകരുടെ പ്രാർത്ഥന മുഖാന്തരം പലരും അതിൽ നിന്നൊക്കെയും മുക്തരായി തീർന്നു. എന്നിരുന്നാലും ഇനിയും അനേകർ അതിൽ നിന്നൊക്കെയും വിടുതൽ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ ഈ കാലഘട്ടങ്ങളിലും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കാല് കർത്താവ് പറയുന്ന അധർമ്മം പെരുകും, അധർമ്മമൂർത്തി വെളിപ്പെടുമെന്നെല്ലാം തിരുവചനം പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ അനേക കഷ്ടങ്ങളും പ്രതികൂലങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഓരോ ദിവസം പേപ്പർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ കുഞ്ഞു കുട്ടികൾ വരെ എന്താണ് ചെയ്തു കൂട്ടുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ വാർത്തകൾ കാണുമ്പോൾ കുഞ്ഞു മക്കള് വരെ കത്തി എടുത്തിട്ടും അല്ലെങ്കിൽ ചുറ്റിക കൊണ്ടും ഒരു ദാക്ഷിണ്യമില്ലാതെ സ്വന്തം മാതാവിനെ, സഹോദരങ്ങളെ ഒക്കെയും കൊല്ലുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മൾ ക്രിസ്തുവിന്റെ വചനവുമായി മറ്റു പലയിടങ്ങളിൽ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ നാം ഒരു സഭയായി ബന്ധപ്പെട്ട് പലയിടത്തും പല രീതിയിലാണ്. കേരളത്തിൽ സ്വാതന്ത്ര്യത്തോടെ, ഇത്രയ്ക്ക് സ്വാതന്ത്ര്യത്തോടെ സുവിശേഷം പറയാൻ പറ്റും. എന്നാൽ തമിഴ്നാട്ടിലൊക്കെയും നമുക്കറിയാം, വേണ്ട രീതി, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, വേണ്ട രീതിയിൽ ഇറങ്ങി പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. എന്നാൽ നാം നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ആരാണ് ഒരു കത്തിയുമായി നമ്മുടെ പുറകെ വരുന്നത്, അല്ലെങ്കിൽ ആരാണ് നമുക്ക് നേരെ ഒരു കത്തിയായി, അല്ലെങ്കിൽ ഒരു ചുറ്റികയായി, അല്ലെങ്കിൽ ഒരു തോക്കുമായിട്ടൊക്കെയും നമ്മുടെ മുന്നിൽ വന്നേക്കാം. ആ കഷ്ടങ്ങളിലൊക്കെയും പതറാതെ, അല്ലെങ്കിൽ കടന്നു വരുന്ന ഉപദ്രവങ്ങളിൽ ഒന്നും നാം പതറിപ്പോകാതെ, അധൈര്യപ്പെട്ടു പോകാതെ, ദൈവസന്നിധിയിൽ നമുക്ക് മുന്നേ ഉള്ള അനേക ദേവദാസിമാർ, പ്രവാചകന്മാർ ഈ കഷ്ടങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയൊക്കെയും കടന്നു പോയിട്ടുണ്ട്. എന്നാൽ അവര് ധൈര്യത്തോടെ അതിനെയൊക്കെയും സഹിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 5-ാം അധ്യായം 5:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളില് നമുക്കറിയാം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. യേശു പറയുകയാണ്, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാത്തിനുമേൽ കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ എന്ന്. ഹല്ലേലൂയ. അനേക ഉപദ്രവങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ അനേക ദൈവദാസന്മാർ കടന്നു പോകാനിടയായി. അവിടെയൊക്കെയും അവർ തളർന്നു പോകാതെ ക്രിസ്തുവിനെ മാതൃകയാക്കി നമ്മുടെ കർത്താവ് നമുക്ക് മുന്നേ ഇതൊക്കെയും സഹിച്ചു. അത് മാതൃകയാക്കി മുന്നേറിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതായിട്ട് കർത്താവ് ഇവിടെ പറയുകയാണ്, എങ്കിലും ധൈര്യപ്പെടുവിൻ. എങ്ങനെയാണ് നാം ധൈര്യപ്പെടേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ പല കഷ്ടങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ പലപ്പോഴും നാം അധൈര്യപ്പെട്ടു പോകുന്നവരാണ്. യോഹന്നാൻ സ്നാപകന്റെ ജീവിതം നാം എടുക്കുമ്പോൾ താൻ മരുഭൂമിയിൽ വലിയ അതിശക്തിയോടെ ദൈവവചനം പറഞ്ഞു നടന്ന ഒരു വ്യക്തിയാണ്. സർപ്പസന്തതികളെ എന്ന് വരെ വിളിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ വചനം ശുശ്രൂഷിച്ച വ്യക്തിയാണ്. എന്നാൽ തനിക്കൊരു പ്രതികൂലം നേരിട്ടപ്പോൾ താൻ പറയുകയാണ്, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന്. എന്നാൽ തന്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലത്തിന്റെ മധ്യത്തിൽ പതറിപ്പോയ ആടിപ്പോയ ഒരു അനുഭവമുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോൾ നമ്മളും തളർന്നു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന, പതറിപ്പോകുന്ന, അധൈര്യപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഏലിയാവിന്റെ ജീവിതം പരിശോധിച്ചാല് ഏലിയാവ് ശക്തിയോടെ ആലോചനകൾ അറിയിച്ചു.
താൻ അതിനുശേഷമായി ഇസബലിന്റെ വാക്ക് കേട്ടപ്പോൾ പതറിപ്പോകുവാനിടയായി. മടുത്തു കർത്താവ്, ദൈവമേ നീ എന്റെ ജീവനെ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധി കരയുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണാം. നമ്മുടെയും ജീവിതത്തിൽ അപ്രകാരം മടുത്തു കർത്താവേ, എനിക്ക് മടുത്തു, ജീവിതം മടുത്തു, എന്നോടൊപ്പമുള്ളവർ എന്റെ അവസ്ഥ മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ മനസ്സിലാക്കിയെന്ന് വരത്തില്ല. ഹല്ലേലൂയ അയ്യോബിന്റെ ജീവിതം പരിശോധിച്ചാലും അപ്രകാരമാണ്. തന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ഭാര്യ വരെ ദൈവത്തെ ഉപേക്ഷിച്ച്, ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, ഈ വിശ്വാസം തള്ളിപ്പറഞ്ഞ് ജീവിച്ചുകൂടെ എന്ന് പറയുമ്പോഴും ആ ദൈവത്തെ തള്ളിക്കളയാതെ, ഉപേക്ഷിച്ചു കളയാതെ ദൈവത്തിലുള്ളതായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു യോബിനെ നമുക്ക് കാണുവാൻ കഴിയും. സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു യോബിനെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ ഈ യോബ് തന്റെ ജീവിതത്തില് പ്രാർത്ഥനയാല് ദൈവവചനത്താലും ഒക്കെയും തന്റെ ജീവിതത്തെ കഷ്ടങ്ങളെ പ്രതികൂലങ്ങളെ തരണം ചെയ്യുക ഇടയായി. ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ അത് ഇരട്ടി അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. നമ്മുടെയും ജീവിതത്തെ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ഒരുപക്ഷെ മതി കർത്താവേ ഇനി ജീവിക്കണ്ട, എന്റെ ജീവൻ എടുത്തോ എന്ന് പറയുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായേക്കാം. കൂടെയുള്ള ഭർത്താവിന് ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കിയെന്ന്, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയെന്ന് വരത്തില്ല. ഭാര്യ നമ്മുടെ അവസ്ഥയെ മനസ്സിലാക്കിയെന്ന് വരത്തില്ല. ഒരുപക്ഷെ മക്കൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയെന്ന് വരത്തില്ല. മാതാപിതാക്കൾ നമ്മളെ മനസ്സിലാക്കിയെന്ന് വരത്തില്ല. എന്നാൽ സർവശക്തനായ ദൈവം നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവാണ്. നമുക്ക് വേണ്ടി ഹല്ലേലൂയ അവൻ ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് അധൈര്യപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ മുന്നേറുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. 2 കൊരിന്ത്യർ 6:5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുകയാണ്. ബഹു സഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, ഉറക്കവിളപ്പ്, പല കള്ളസഹോദരന്മാരാലുള്ള ആപത്ത്, അടി, ഇങ്ങനെ പലവിധ വിഷയങ്ങൾ നമുക്ക് ആ ഒരു ലിസ്റ്റ് അവിടെ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവിടെയൊക്കെയും താൻ ധൈര്യത്തോടെ അതിനെ സഹിച്ചതായിട്ട് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ താഴെ 8-ാം വാക്യത്തിൽ പറയുന്നു, ആയുധങ്ങൾ ധരിച്ചു മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ച ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, പലപ്പോഴും സത്യമായ അവസ്ഥയിലൂടെ പോകുന്നവരാണെങ്കിലും ചതിയന്മാര്, കള്ളന്മാരാണെന്ന് പറയുന്നവരുണ്ട് നമ്മളെ കുറിച്ച്. അതുപോലെ തന്നെ നമ്മളെ എല്ലാവരും അറിയുന്നവരാണ്, എന്നാൽ അറിയാത്തവരെ പോലെ നമ്മളെ തള്ളിക്കളയുന്ന ഒരു അനുഭവമുണ്ട്. മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. പലപ്പോഴും നമ്മളെ ഉപദ്രവിക്കും, നമ്മൾ പല രീതിയിലുള്ള മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ അവിടെയൊക്കെയും ക്രിസ്തു നിമിത്തം നാം ജീവിക്കുന്നു, നമ്മളെ ധൈര്യത്തോടെ നടത്തുന്നു. ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും ദുഃഖിക്കുന്നവരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ദൈവത്തിന്റെ വചനം പറയാണ്, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷത്തോടെ നടക്കുമ്പോൾ നമുക്കൊരു ദുഃഖമല്ലെന്ന് മറ്റുള്ളവർ ചിന്തിച്ചേക്കാം. പക്ഷെ പല ദുഃഖങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ചു പോകുന്നത് മുഖാന്തരം നാം സന്തോഷത്തോടെ ആയിരിക്കുന്ന അനുഭവങ്ങളാണ്. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവരാണ്. ഹല്ലേലൂയ പലപ്പോഴും പല രീതിയിലുള്ളതായ ദാരിദ്ര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും മറ്റുള്ളവരെ സമ്പന്നരാക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ വിഷയത്തിന്റെ മേൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സമ്പന്നരാക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ഇന്നും ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശം ഉള്ളവരായി തന്നെ, ഒന്നും നമുക്ക് ഇല്ലെങ്കിലും, ഈ ലോകത്ത് നമുക്ക് ഒന്നും ഇല്ലെങ്കിലും പലപ്പോഴും ഹല്ലേലൂയ എല്ലാം കൈവശമുള്ളവരെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ജയോത്സവമായി നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോ ഹല്ലേലൂയ നമ്മുടെ നടപ്പ് കണ്ടിട്ട് അവർക്ക് എന്താണ് കുഴപ്പം, അവര് ജോലിക്കൊന്നും പോകുന്നില്ല, എന്നാൽ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഹല്ലേലൂയ നമ്മളെ മറ്റുള്ളവർ എണ്ണുന്ന അവസ്ഥയുണ്ട്. എന്താണ്, അവരുടെ മുമ്പിൽ ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കാതെ ക്രിസ്തു നമ്മളെ ജയോത്സവമായി നടത്തുന്ന അനുഭവങ്ങളാണ്. അപ്പോസ്തലനായ പൗലോസിനെ ഇപ്രകാരം
ഇപ്രകാരം പറയുവാൻ ധൈര്യപ്പെടുത്തിയത് ക്രിസ്തുവിനുള്ള സ്നേഹം മുഖാന്തരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ 5:1 പറയുന്നു, കൂടാരമായി ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്ന് അറിയുന്നു. ഹല്ലേലൂയ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടുകൂടെ അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. നാം അത് ധൈര്യപ്പെട്ടുകൊണ്ട്, എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടുകൊണ്ട്, ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നുവെങ്കിലും ധൈര്യപ്പെട്ടുകൊണ്ട് മുന്നേറുന്ന അനുഭവം നമുക്ക് പൗലോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം തന്നെയാണ്. നമ്മൾ പരദേശിയായി ഭൂമിയിലായിരിക്കുന്നുവെങ്കിലും സ്വർഗത്തിൽ നമുക്ക് നിത്യഭവനം നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അവിടേക്ക് ഒരു ദിവസം നമ്മൾ കടന്നു പോകും. ആ പ്രത്യാശയാണ് പൗലോസിനെ ധൈര്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 4:16 അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്ത അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അതെ, ഹല്ലേലൂയ. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, കഷ്ടങ്ങൾ ലഘുവായിട്ടാണ് താൻ കാണുന്നത്. ഈ ലോകത്തിലെ കഷ്ടം, തന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും ചവറുമെന്ന് എണ്ണിക്കൊണ്ട് നൊടി നേരത്തേക്കുള്ള കഷ്ടമാണെന്ന് മനസ്സിലാക്കി, ലഘുവായ കഷ്ടമാണെന്ന് മനസ്സിലാക്കി, അത്യന്തം അനവധിയായ ദൈവ തേജസ്സിന്റെ നിത്യകനത്തെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ താൻ മുന്നേറുന്ന ഒരു അനുഭവമുണ്ട്. നമ്മുടെ ജീവിതത്തില് കഷ്ടങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ഇതൊക്കെ ലഘുവായ കഷ്ടമാണ്. നിത്യമായത് നമുക്ക് ലഭിക്കുവാൻ സ്വർഗത്തിൽ നമുക്ക് നിത്യമായ കർത്താവ് ഒരുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നേറുവാൻ തക്കണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനം 8:35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇപ്രകാരം പൗലോസ് പറയുകയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്. അതേ, ക്രിസ്തു നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കാവുന്ന തിരുവചനം പറയുന്നു. അത് നമ്മെ സ്നേഹിച്ച ഒരു കർത്താവ്, ഹല്ലേലൂയ, അവനെ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞിരിക്കുന്ന വ്യക്തികൾ ഇപ്രകാരം പറയുകയായി തീരും. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, ഉപദ്രവമായിക്കോട്ടെ, പട്ടിണിയായിക്കോട്ടെ, നഗ്നതയോ ആപത്തോ ആയിക്കോട്ടെ, അതിനൊക്കെയും ഹല്ലേലൂയ നമ്മളെ വേർപിരിക്കുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയില്ലെന്ന് ഹല്ലേലൂയ തിരുവചനം വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. റോമർ 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെയും ഹല്ലേലൂയ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ സാരമില്ല എന്ന് എണ്ണുന്നു എന്ന്. ഹല്ലേലൂയ. നമുക്കും പറയുവാനിടയായി തീരണം, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് പറയുവാൻ തക്കവണ്ണം നമ്മളും ഇടയായി തീരണം. ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതത്തിലും പല പ്രതിസന്ധികള് കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിനെ ക്രൂശിക്കുന്നതിനായി കൊണ്ടുപോകുന്ന ആ സമയത്ത് ഹല്ലേലൂയ അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറയുന്ന ഒരു അനുഭവമുണ്ട്. യേശുവിനെ തള്ളിപ്പറയുന്ന അനുഭവമുണ്ട്. എന്നാൽ തനിക്ക് സംഭവിച്ച ആ തെറ്റ് മനസ്സിലാക്കി അനുദപിച്ച് താൻ മടങ്ങി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം താൻ ധീരതയോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഇടയായി. അത് അനേക ലേഖനങ്ങൾ എഴുതുവാൻ ഇടയായി. ശക്തിയേറിയ ലേഖനങ്ങൾ എഴുതുവാൻ പൗലോസിനെ ധൈര്യപ്പെടുത്തിയത് ക്രിസ്തുവിലുള്ള സ്നേഹം നിമിത്തമാണ്. എത്ര കഷ്ടങ്ങളും പ്രയാസങ്ങളും തന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അവിടെയൊക്കെയും ധൈര്യത്തോടെ നിൽക്കുവാൻ തന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം കർത്താവിനുള്ള സ്നേഹമാണ്. 1 പത്രോസ് 4:13 വായിക്കുമ്പോൾ, 1 പത്രോസ്
4:13 മുതൽ 16 വരെയുള്ള വാക്യങ്ങള്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ വരുമ്പോൾ പത്രോസ് പറയുന്നത്, കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും എന്ത് ചെയ്യണം? സന്തോഷിക്കുവാനായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ 16 വാക്യത്തിൽ പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്രേ വേണ്ടത് എന്ന്. ഹല്ലേലൂയ. അതെ, ക്രിസ്ത്യാനിയായിട്ട് നാം ഹല്ലേലൂയ ലജ്ജിക്കുന്നവരായിട്ടല്ല, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിട്ടത്രേ ഹല്ലേലൂയ നാം മുന്നേറേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. മോശയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണി ഹല്ലേലൂയ എന്ന് നമുക്ക് കാണുവാൻ കഴിയും എബ്രായ ലേഖനത്തില്. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ ലോകത്തിലെ നിക്ഷേപങ്ങളെക്കാൾ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ നന്മകളെക്കാൾ, ഈ ലോകത്തിലെ സന്തോഷങ്ങളെക്കാൾ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമായി എണ്ണുവാൻ തക്കവണ്ണം നമ്മെ ദൈവം ഇടയാക്കട്ടെ. നമ്മുടെ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ അധൈര്യപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ ഹല്ലേലൂയ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. യേശു പറയുകയാണ്, ഹല്ലേലൂയ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. ഹല്ലേലൂയ. അടുത്ത 3-ാമതായി പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. യേശു എങ്ങനെയാണ് ജയിച്ചത്? ഹല്ലേലൂയ, തന്റെ ജീവിതത്തില് പല പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. നമുക്കറിയാം, പാപമൊന്നൊഴികെ മറ്റെല്ലാറ്റിനാലും പരീക്ഷിക്കപ്പെട്ടതാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, താൻ അതിനൊക്കെയും ഹല്ലേലൂയ പ്രാർത്ഥനയാലും ദൈവവചനത്താലും ജയിക്കുവാൻ ഇടയായി തീർന്നു. പരീശന്മാര് സദൂക്യരൊക്കെയും യേശുവിനെ വാക്കിൽ കുടുക്കുവാനും തള്ളിയിടുവാനും കൊല്ലുവാനും ഒക്കെയും ഭാവിച്ചപ്പോൾ യേശു അവിടെയൊക്കെയും ഹല്ലേലൂയ പ്രാർത്ഥനയാലും ദൈവവചനത്താലും ഹല്ലേലൂയ അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ, മറ്റൊരു ദേശത്തേക്ക് മാറിപ്പോകുന്നതായിട്ട് ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെയും ജീവിതത്തില് പല പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നമ്മളെ വാക്കുകൊണ്ട് കുടുക്കാനായിരിക്കാം, ഒരുപക്ഷെ നമ്മളെ കൊല്ലുവാനായി പലരും അടുത്തു വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ പിശാച് തന്നെ നമ്മളെ ഹല്ലേലൂയ നീ കഷ്ടങ്ങളിലൂടെയൊക്കെ പോകുന്നല്ലോ, ഹല്ലേലൂയ നീ എന്തിനെ ജീവിച്ചിരിക്കണം, മരിച്ചുകൂടെ എന്നൊക്കെ പല രീതിയിൽ നമ്മളോട് പറഞ്ഞ് നമ്മളെ പല രീതിയിൽ തകർത്തു കളയുവാൻ ശ്രമിച്ചേക്കാം. എന്നാൽ പ്രാർത്ഥനയാലും ദൈവവചനത്താലും ഹല്ലേലൂയ അതിനെയൊക്കെയും ജയിക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. യോഹന്നാന്റെ ലേഖനത്തെ യോഹന്നാൻ 5:4 പറയുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്നാണ് യോഹന്നാൻ പറയുന്നത്. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ക്രിസ്തുവിലുള്ളതായ വിശ്വാസമാണ് നമ്മളെ ജയിക്കുവാൻ ഇടയാകുന്നത്, ലോകത്തെ ജയിക്കുവാൻ ഇടയാകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനം 8:37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിലുള്ള സ്നേഹം മുഖാന്തരം നമ്മെ സ്നേഹിച്ചതാരാണ്? യേശു കർത്താവാണ് നമ്മെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമുക്ക് സ്വയമായി ചിലപ്പോൾ ജയം പ്രാപിപ്പാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിച്ച കർത്താവ് ഇതിനൊക്കെയും പൂർണ്ണ ജയം തരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അപ്രകാരം നാം ജയിക്കുവാൻ ഇടയാകണം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15:54 മുതൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 54 മുതൽ 57 വരെയുള്ള വാക്യങ്ങളില്, ഈ ദ്രവത്വമുള്ള അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള
പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മരണത്തെ ഹല്ലേലൂയ നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന തിരുവചനം. അതേ, കർത്താവ് സകലവും നിവൃത്തിയാകേണ്ടതിനായിട്ടാണ് ഹല്ലേലൂയ അവൻ താണഭൂമിയിലേക്ക് കടന്നു വന്നു. സ്ത്രീയുടെ സന്തതിയായി ഈ താണഭൂമിയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഹല്ലേലൂയ കടന്നു വന്നു. ഈ സകലവും നിവൃത്തിയാകുവാൻ തക്കവണ്ണം മരിക്കുവാൻ ഈ ലോകത്ത് തന്റെ ജനത്തിനു വേണ്ടി മരിക്കുവാൻ തന്നെ തയ്യാറായാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദാസരൂപമെടുത്ത് ഇറങ്ങി വന്ന് സകലത്തെയും ഹല്ലേലൂയ നിവൃത്തിയാകുവാൻ തക്കവണ്ണം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. അതേ, ക്രൂശിൽ നമുക്ക് പറയുന്നത് കാണുവാൻ കഴിയും, സകലവും നിവൃത്തിയായി എന്ന്. ഹല്ലേലൂയ. പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സകലവും ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തിയാ അവിടെ നിവർത്തിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതേ, കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് പൂർണ്ണ ജയം പ്രാപിപ്പാൻ ഇടയായി തീർന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ കയ്യിൽ അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ്? നമ്മുടെയൊക്കെ കഷ്ടങ്ങളിൽ കൂട്ടാളിയായിക്കൊണ്ട് ഹല്ലേലൂയ നമുക്ക് വേണ്ടി നമ്മുടെ കുറവുകളെ ഹല്ലേലൂയ കണക്കിടാതെ നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൊലോസ്യ ലേഖനം 2:15 ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഹല്ലേലൂയ. യേശുക്രിസ്തു സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഇപ്രകാരമാണ് യേശു ഹല്ലേലൂയ ജയിച്ചത് എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇപ്രകാരമുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവിടെയൊക്കെയും ഹല്ലേലൂയ ക്രിസ്തു ജയിച്ചതുപോലെ നമുക്ക് മാതൃക വെച്ചിരിക്കുന്ന കർത്താവ് സകലത്തെയും ജയിച്ചതുപോലെ ക്രിസ്തു ജയാളി ആയതുകൊണ്ട് നമ്മളും ജയാളികളാണ്. ഹല്ലേലൂയ. അപ്രകാരം നമുക്കും ജയിക്കുവാൻ ഇടയായി തീരും. എങ്ങനെയാണ്? പ്രാർത്ഥനയാലും ദൈവവചനത്താലുമാണ് സകലത്തെയും നമുക്ക് ജയിക്കുവാൻ ഇടയാകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അത് വെളിപ്പാട് പുസ്തകം 1:18 ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1:18 ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മരിച്ചവനായിരുന്നു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അത് നമുക്ക് വേണ്ടി എന്നേക്കും ജീവിച്ചിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. മരിച്ച് അതേ പിശാച് ഒരു പക്ഷെ വിചാരിച്ചേക്കാം ഈ ക്രൂശിലെ മരണം കൊണ്ട് അവൻ തീർന്നുപോയി. ഹല്ലേലൂയ. ലോകം ചിലപ്പോ ഹല്ലേലൂയ വിധി എഴുതിയേക്കാം. അതെ, യേശു മരിച്ചു, ഇനി അവൻ ഉയർക്കുകയില്ല, അവന് രക്ഷയില്ല എന്ന് ലോകം ഒരു പക്ഷെ പറഞ്ഞേക്കാം. നമ്മളെ നോക്കി ഒരു പക്ഷെ അപ്രകാരം ലോകം പറഞ്ഞേക്കാം. അവനിനി രക്ഷയില്ല, അവൻ നശിച്ചു, ഇനി അവന് രക്ഷയില്ല, അവനിനി ഹല്ലേലൂയ ഒരു രീതിയിലും ഒരു ഉയർച്ചയില്ല, ഉന്നതിയില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഹല്ലേലൂയ മൂന്നാം നാൾ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെയും ഹല്ലേലൂയ അതിമഹത്തായുള്ള കാര്യം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ജയം പ്രാപിപ്പാൻ ഇടയാകണം. ഹല്ലേലൂയ. വെളിപ്പാട് 12:11 ഇപ്രകാരം പറയുന്നു.
അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു എന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ സകലത്തെയും ജയിക്കുന്നത്? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി, കുഞ്ഞാടിന്റെ രക്തം യേശു ക്രിസ്തുവിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. അതായത് നമ്മുടെ ജീവിതത്തിലെ സാക്ഷ്യം, നമ്മള് ഹല്ലേലൂയ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നവരായി, ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ സാക്ഷ്യം അപ്രകാരമായി തീരട്ടെ. ഹല്ലേലൂയ അനേകർക്ക് മാതൃകയായി തീരട്ടെ. ക്രിസ്തു നമുക്ക് മാതൃക കാണിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാതൃക ഉള്ള ജീവിതമായി മുന്നേറാം. അതുപോലെ ഹല്ലേലൂയ അപ്രകാരം നമ്മളും ജയിക്കുവാൻ ഇടയായി തീരും. എങ്ങനെയെല്ലാമാണ്? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടുമാണ് ജയിക്കുന്നത്. ഹല്ലേലൂയ അപ്രകാരം ഹല്ലേലൂയ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളിലും നിന്നയും അപമാനങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നേക്കാം. എന്നാൽ അവിടെയൊക്കെയും തരണം ചെയ്യുവാൻ ഹല്ലേലൂയ കൃപ തരുന്ന ഒരു കർത്താവുണ്ട്. നമുക്ക് മുന്നേ അനേക അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും യേശുവെല്ലാം ഇതിനെ സഹിക്കുവാൻ ഇടയായി തീർന്നു, സന്തോഷത്തോടെ സഹിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ നാളുകളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്രകാരം സന്തോഷത്തോടെ ഈ കഷ്ടങ്ങളെല്ലാം സഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു.